ഓക്കെ, ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ജേണൽ ഫൈൻഡർ, നമ്മൾ ആർട്ടിക്കിൾ എഴുതി, അപ്പോൾ ആർട്ടിക്കിൾ എഴുതിയിട്ട് അത് ഏത് ജേണലിലാണ് പബ്ലിഷ് ചെയ്യുക, ജേണല് അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജേണൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എത്തിക്സിന്റെ ഒക്കെ സിലബസിൽ ഉൾപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ നാളത്തെ വീഡിയോ ആ ജേണൽ ഫൈൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് ഒരുപാട് ഓൺലൈൻ റിസോഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് രണ്ട് ജേണൽ ഫൈൻഡേഴ്സിനെ പരിചയപ്പെടുത്താം. ബാക്കി രണ്ട് ജേണൽ ഫൈൻഡേഴ്സിനെ നാളെ പരിചയപ്പെടുത്താം. അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടോ മൂന്നോ ജേണൽ ഫൈൻഡേഴ്സിനെ നാളെ പരിചയപ്പെടുത്താം. അപ്പൊ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോ ഇവിടെ കാണുന്നത് ഒരു ജേണൽ ഫൈൻഡർ ആണ്, ഒരു JANE. അതിന് മുകളിൽ ഏറ്റവും മുകളിൽ അതിന്റെ ആ വെബ്സൈറ്റിന്റെ അഡ്രസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെ ഗൂഗിളിൽ JANE എന്ന അടിച്ച ഒരു ജേണൽ ഫൈൻഡർ കാണാൻ പറ്റും. അപ്പൊ അതില് ചോദിച്ചിട്ടുണ്ട് ഇൻസേർട്ട് യുവർ ടൈറ്റിൽ. ഒന്ന് നിങ്ങളുടെ ടൈറ്റിൽ ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അബ്സ്ട്രാക്ട് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അതിന്റെ താഴെ ഫൈൻഡ് ജേണൽസ് അല്ലെങ്കിൽ ഫൈൻഡ് ഓതേഴ്സ്, ഫൈൻഡ് ആർട്ടിക്കിൾസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ചത് കിട്ടും. ഫൈൻഡ് ജേണൽസ് കൊടുത്താൽ നിങ്ങളുടെ ടൈറ്റിലായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റായിട്ട് ബന്ധപ്പെട്ട ജേണൽസ് കിട്ടും. ഫൈൻഡ് ഓതേഴ്സ് എന്ന് കൊടുത്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസിന്റെ ഓതേഴ്സ് കിട്ടും. ഫൈൻഡ് ആർട്ടിക്കിൾസ് എന്ന് കൊടുത്താൽ നിങ്ങളുടെ ടൈറ്റിലോ അബ്സ്ട്രാക്റ്റായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ വാക്കുകൾ ഇവിടെ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഫൈൻഡ് ജേണൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാണ്. ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ, ഇതെല്ലാം ശരിയായിക്കോളുന്നില്ല, നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു വെബ്സൈറ്റ് കാണിക്കുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട. ഇതൊരു മെഡിക്കൽ വെബ്സൈറ്റ് ആണ്. മെഡിക്കൽ വെബ്സൈറ്റ് അല്ല, മെഡിക്കൽസ് ആയിട്ട് ബന്ധപ്പെട്ട ജേണൽസ് അധികം കാണിക്കുന്ന ഒരു ജേണൽ ഫൈൻഡർ ആണ്. അതുകൊണ്ട് തന്നെ അവര് ഒരുപാട് ജേണൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ജേണലാണ് വേണ്ടിച്ച അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാനും അത് ആ ജേണലിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇത് പൊതുവായിട്ട് ഈ എത്തിക്സിന്റെ ഒക്കെ സിലബസിൽ ഉൾപ്പെടുത്തി കണ്ടിട്ടുള്ള ഒരു ജേണൽ ഫൈൻഡർ ആണ് ഇത് കേട്ടോ. ഇനി മറ്റൊരു ജേണൽ ഫൈൻഡറെ പരിചയപ്പെടുത്താം, ഷെയർ ചെയ്യട്ടെ. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്. ഇതല്ല, ഞാനത് എടുത്തുതരാം. വളരെ കോമൺ ആയിട്ടുള്ള, ഓക്കെ, ഇത് നമ്മുടെ ഒരു ജനറൽ ഫൈൻഡർ ആണ്. അവിടെ എൽസെവിയർ കണ്ടോ, എൽസെവിയർ ജനറൽ ഫൈൻഡർ. അപ്പൊ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഗൂഗിളിൽ പോയിട്ട് അടിക്കേണ്ടത് എൽസെവിയർ ജനറൽ ഫൈൻഡർ എന്നടിച്ച അത് എല്ലാ നമ്മുടെ ഈ സ്കോപ്പസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജേണൽ ഫൈൻഡർ ആണത്. സ്കോപ്പസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജേണൽസിനെ കാണിക്കുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് അടിച്ചു കൊടുക്കേണ്ട വാക്ക് എൽസെവിയർ ജേണൽ ഫൈൻഡർ എന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ എൽസെവിയർ ജേണൽ ഫൈൻഡർ എന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടും. ആ പ്ലാറ്റ്ഫോമിൽ ഇവിടെയും ചോദിച്ചിട്ടുണ്ട് മാച്ച് മൈ അബ്സ്ട്രാക്ട്. ഒന്നെങ്കിൽ അത് അടിക്കുക, എന്നിട്ട് നിങ്ങൾ അബ്സ്ട്രാക്ട് അടിക്കുക, അല്ലെങ്കിൽ സെർച്ച് കീവേഡ്സ് എന്നടിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ കീവേഡ്സ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഞാൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊരു കീവേഡ് അടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഫൈൻഡ് ജേണൽസ് എന്ന് ഞാൻ കൊടുത്തു. ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽസ്, ഗ്ലോബൽ ഫിനാൻസ് ജേണൽസ് ഉൾപ്പെടെയുള്ള ജേണൽസ് അവർ കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഏത് ജേണലാണ് വേണ്ടെങ്കിൽ, ഇപ്പൊ ഗ്ലോബൽ ഫിനാൻസ് ജേണലാണ് വേണ്ടെങ്കിൽ ഇവിടെ കാണാം വിസിറ്റ് ജേണൽ പേജ്. ആ ജേണൽ പേജ് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സബ്മിറ്റ് പേപ്പർ അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ജേണൽ പേജ് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അവരുടെ ഓതർ ഗൈഡ് ലൈൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുക. ഇത് സ്കോപ്പസിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഇത് സ്കോപ്പസിൽ നിങ്ങളുടെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനുള്ള വഴിയാണ്. ഇപ്പൊ ഗൂഗിളിൽ പോയിട്ട് എൽസെവിയർ ജേണൽ ഫൈൻഡർ എന്ന് അടിച്ചിട്ട് നിങ്ങളുടെ അബ്സ്ട്രാക്റ്റോ കീവേഡ്സോ അടിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ കണ്ടെത്തിയിട്ട് ആ ജേണലിന്റെ പേജ്, ഇപ്പൊ ഞാൻ ഗ്ലോബൽ ഫിനാൻസ് ജേണൽ പേരുടെ ജേണലാണ്, വിസിറ്റ് ജേണൽ പേജ് എന്ന് അടിച്ചു. ആ വിസിറ്റ് ജേണൽ പേജ് അടിച്ചപ്പോ ആ ജേണലിന്റെ പേജ് കിട്ടി. അവിടെ ലോഗിൻ ചെയ്യേണ്ടി വരും. സബ്മിറ്റ് യുവർ ആർട്ടിക്കിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്തു. സബ്മിറ്റ് യുവർ ആർട്ടിക്കിൾസ് എന്ന് കൊടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവര് അതിൽ യൂസർ നെയിം പാസ്വേഡ് ആണ് ചോദിക്കണേ.
ആ യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർക്കിഡ് ഐ ഡി, അപ്പൊ എല്ലാ റിസർച്ചേഴ്സും ആദ്യം തന്നെ ചെയ്യേണ്ടത് ഓർക്കിഡ് എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഓർക്കിഡ് ഐ ഡി ക്രിയേറ്റ് ചെയ്യലാണ്. ഓർക്കിഡ് ഐ ഡി ക്രിയേറ്റ് ചെയ്ത ഏത് സ്കോപ്പസ് ജേണലിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് അയക്കാൻ പറ്റും. അവരെടുക്കണം എന്നല്ല, ആർട്ടിക്കിൾസ് അയക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടാണ് ഗ്ലോബൽ ഫിനാൻസ് ജേണലിലേക്ക് ആർട്ടിക്കിൾ അയക്കുന്നത്. അപ്പോൾ ഇത് 2 ജേണൽ ഫൈൻഡറാണ് ഇന്ന് കണ്ടത്. ആദ്യത്തെ കണ്ട് കൂടുതലും മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ അങ്ങനെയല്ല, കോമൺ ആണ്. ഏത് കീവേഡ്സ് അടിച്ചു കൊടുത്താലും അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ 2 ജേണൽ ഫൈൻഡർ ഉണ്ട്. ഈ 2 ജേണൽ ഫൈൻഡർ അല്ല, ഇങ്ങനെ നിങ്ങൾക്ക് സൂട്ടബിൾ ആയുള്ള ജേണൽസ് കണ്ടുപിടിക്കാനുള്ള ജേണൽ ഫൈൻഡേഴ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ് എന്ന കാര്യമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. Stop share.